കുഞ്ഞിപ്പോ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം കിഴങ്ങറിയൊക്കെ ആണെങ്കിൽ രാവിലെ അത് കഴിക്കാനും കൊണ്ടുപോകാൻ ലഞ്ചിനും അത് തന്നെ ആൾക്ക് മതി. അങ്ങനെ കുഞ്ഞിപ്പോ സ്കൂളിൽ പോയി കഴിഞ്ഞുള്ള എന്റെ പരിപാടിയാണ് കേട്ടോ ഇത്. ചിറ്റ തന്നു വിട്ടാണ് വേപ്പും തൈയും കറ്റാർവാഴയുടെ തൈയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും കൃഷിയോട് ഒരു വാസനയില്ല. പുതിയ വീടല്ലേ, അപ്പൊ നീ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു പറഞ്ഞ് എനിക്ക് തന്നു വിട്ടതാണേ. അപ്പൊ ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ സെറ്റാക്കി ഇതേ ഞാൻ അതെല്ലാം നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞത് രണ്ട് വലിയ സിലോപ്പി വാങ്ങിച്ചു കേട്ടോ. അതിരുന്ന് വെട്ടാണ് കേട്ടോ. പുതിയ കത്രികയാണ്, കത്രികയുടെ ഉദ്ഘാടനമായിരുന്നു ഗൈസ്. എന്നിട്ട് പോലും മുറിയുന്നില്ല, അത്രയും ബലമായിരുന്നു കേട്ടോ ആ മീനിന്. പിന്നെ ഒരു വിധത്തിൽ ഞാനത് വെട്ടി തേച്ച് കഴുകി വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തു. ഇവനാണ് നമ്മുടെ അപ്പൂസ്. കുഞ്ഞപ്പം പോയ ഇവനാണ് കേട്ടോ എനിക്ക് കൂട്ട്. അങ്ങനെ ഞാൻ വെട്ടിത്തേച്ച് കൊടുത്ത മീൻ ചേട്ടൻ കഷ്ണങ്ങളാക്കി തന്നു. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ചേട്ടൻ പോയി കുഞ്ഞപ്പനെയും വിളിച്ചോണ്ട് വന്നേ. അവനാണെങ്കിൽ 2 ദിവസമായിട്ട് നീണ്ടകര പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ ബഹളാണേ. അങ്ങനെ കൊണ്ടുപോയി ചെന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ്. അവിടുത്തെ സ്ലൈഡ് എല്ലാം തുരുമ്പിച്ച് പൊട്ടി പൊളിഞ്ഞ് കിടക്കാണേ. സെപ്റ്റിക് ആകാൻ വേറെ വല്ലതും വേണോ? അങ്ങനെ കുഞ്ഞപ്പനെ ഒരു വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി. ഒരു ഊഞ്ഞാലുണ്ടായിരുന്നത് അതിലിരുന്ന് ആട്ടിച്ചു കേട്ടോ. അപ്പോഴേക്കും മഴക്കാർ വന്നപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലോട്ടും പോയി. അപ്പൊ അത്രയുള്ള ഗൈസ്.